ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് എന്താണ് റിലേഷൻ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സാമ്പിൾ സഹിതം ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റു ചില കാറ്റഗറീസ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റർ? നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള എല്ലാ എക്സാമ്പിളിലും ഒരു കണ്ടീഷൻസാണ് ചെക്ക് ചെയ്തത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആൻഡ് അതുപോലെ തന്നെ ഓർ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. സോ ഈ ആൻഡ് ഓർ ഓപ്പറേഷൻ വെച്ചുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ സഹിതം നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെയിനായിട്ട് ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുക ഐദർ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് മൂന്ന് തരത്തിലുള്ള ലോജിക്കൽ ഓപ്പറേറ്ററാണ് ഇൻ സി പ്രോഗ്രാമിലുള്ളത്. ഒന്ന് ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, സോ ആൻഡ് എന്നുള്ളത് ഡബിൾ ആൻഡ് സിമ്പിളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഡബിൾ പൈപ്പ് സിമ്പിളാണ്. അതുപോലെ തന്നെ നോട്ട് ആണെങ്കിൽ എക്സ്ക്ലമേഷൻ സിമ്പിളാണ് നമ്മൾ കൊടുക്കേണ്ടത്. റൈറ്റ്, സോ ഒരു എക്സാമ്പിളും ഉണ്ട്, എ ഗ്രേറ്റർ ദാൻ ബി. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എക്സ്പ്രഷൻ കൊടുത്തു, അതിൻ്റെ കൂടെ തന്നെ ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വെച്ചാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലും എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിലും ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. ഓക്കെ, സോ അതുപോലെ തന്നെ ഓർ ഓപ്പറേറ്ററാണ്. ഇതിലെ എക്സാമ്പിൾ പ്രകാരം എ ഗ്രേറ്റർ ദാൻ ബി, അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ സി. ഇതിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലോ അതോ എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിലോ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. സോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ട്രൂ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. ഈ കേസിൽ ആൻഡിൽ ഇഫ് ബോത്ത് കേസ്, അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്തുള്ളൂ, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. ഓക്കെ, ഫൈനലി നോട്ട് ഓപ്പറേഷൻ ആണ്. നോട്ട് ഓപ്പറേഷൻ മീൻസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. ഗോട്ട് ഇറ്റ്? സോ ഇതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ നമ്മൾ കൊടുത്തത് അതിൻ്റെ ഒരു നെഗേഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരും. എന്തായാലും നമുക്ക് കുറച്ച് ഒരു പ്രോഗ്രാമുകളിലൂടെ തന്നെ നോക്കാം. ഞാനൊരു 3 ഇൻറ്റിജർ വാല്യൂ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 5, സി ഈക്വൽ ടു 10. ഓക്കെ, സോ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വേരിയബിൾ കൂടി അസൈൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഇതിൽ ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നത് എ ഈക്വൽ ടു ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ ബി. സോ എൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സോ ബീൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. റൈറ്റ്, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ സി ഗ്രേറ്റർ ദാൻ ആണോ ബി എന്നുള്ളതാണ്. സോ ഈവൻ ദാറ്റ് ഈസ് ആൾസോ ട്രൂ, ബിക്കോസ് സിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 ആണ്, ബീൻ്റെ വാല്യൂ 5 ആണ്. സോ ദിസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയതുകൊണ്ട് തന്നെ ദ റിസൾട്ട് വിൽ ബി ട്രൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കണ്ടീഷനായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഓർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എ ഈക്വൽ ടു ബി, അതായത് എ ബി ആയി സെയിം ആണ്. സോ എയുടെ വാല്യൂ നമുക്കറിയാം 5 ആണ്, അതുപോലെ തന്നെ ബീൻ്റെ വാല്യൂ 5 ആണ്. സോ ഇറ്റ് ഈസ് ട്രൂ. ദെൻ സെക്കൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സി ലെസ് ദാൻ ആണോ ബി ആണോ ചെക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ട്രൂ അല്ലേ? കാരണം എന്താ വെച്ചാൽ സീൻ്റെ വാല്യൂ 10 ആണ്, ബട്ട് ബീൻ്റെ വാല്യൂ 5 ആണ്. സോ ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയതുകൊണ്ട് തന്നെ ദിസ് റിസൾട്ട് വിൽ ബി ട്രൂ, ബിക്കോസ് ഇറ്റ് ഈസ് ഓർ കണ്ടീഷൻ. റൈറ്റ്, the last
എ നോട്ട് ഈക്വൽ ടു ബി, അതായത് ഇപ്പം നമുക്കറിയാം എ ഈക്വൽ ടു ബി ആണെന്നുള്ളത്. സോ ഇറ്റ് വിൽ എ നോട്ട് ഈക്വൽ ടു ബി എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, സോ ഇറ്റ് വിൽ ഗിവ് false. So it's again negating, right? So that means it will return true. Okay, so let's see the output. We can just execute this statement. Okay, first of all let's compile it, then run. So you can see the output. സോ ഫസ്റ്റ് നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം. ലൈക്ക് ഫസ്റ്റ് ഞാൻ ആൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എ ഈക്വൽ ടു ബി എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 5, എൻ്റെ വാല്യൂ 5 ആണ്, ബീൻ്റെ വാല്യൂ 5 ആണ്. സോ 5 ഈക്വൽ ടു 5. ദാറ്റ് മീൻസ് ദി ഫസ്റ്റ് എക്സ്പ്രഷൻ വിൽ റിട്ടേൺ ട്രൂ. അതുപോലെ തന്നെ സെക്കൻഡ് എക്സ്പ്രഷൻ സി ഗ്രേറ്റർ ദാൻ ആണോ ബി എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 10 ഗ്രേറ്റർ ദാൻ 5, റൈറ്റ്? സീൻ്റെ വാല്യൂ 10 ആണ്, ബീൻ്റെ വാല്യൂ 5 ആണ്. സോ ദിസ് സെക്കൻഡ് എക്സ്പ്രഷൻ ആൾസോ ട്രൂ. സോ ആൻഡ് കണ്ടീഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്തൊക്കെയാണോ ആ എക്സ്പ്രഷൻ എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. സോ ദിസ് ബോത്ത് എക്സ്പ്രഷൻ ആർ ട്രൂ, സോ ദ റിസൾട്ട് വിൽ ബി ട്രൂ. സോ ആ റിസൾട്ടാണ് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 1. So if any of this result is false, then the result any of the expression is false, then the result will be false. അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടൽ 0 എന്നായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സെക്കൻഡ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ലൈക്ക് ഓർ ഓപ്പറേഷനാണ്. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ബി. നമുക്കറിയാം എൻ്റെ വാല്യൂ 5, ബീൻ്റെ വാല്യൂ 5 ആണ്. സോ 5 ഈക്വൽ ടു ആണ് 5 എന്നുള്ളത്. സോ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ വിൽ റിട്ടേൺ ട്രൂ. സെക്കൻഡ് എക്സ്പ്രഷൻ സീൻ്റെ വാല്യൂ നമുക്കറിയാം 10 ആണ്, അതുപോലെ ബീൻ്റെ വാല്യൂ 5 ആണ്. സോ 10 ലെസ് ദാൻ ആണോ 5 എന്നുള്ളതാണ് കണ്ടീഷൻ. ദാറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. സോ ഓർ കണ്ടീഷനിൽ എനി സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ദ റിസൾട്ട് വിൽ ബി ട്രൂ. സോ അതുകൊണ്ടാണ് ഇവിടെ ട്രൂ എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോട്ട് ഓപ്പറേഷനാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. സോ എ നോട്ട് ഈക്വൽ ടു ബി എന്നുള്ളതാണ്. സോ എൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ്, അതുപോലെ തന്നെ ബീൻ്റെ വാല്യൂ 5 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ നോട്ട് ഈക്വൽ ടു എന്നുള്ളത് ഇറ്റ് വിൽ റിട്ടേൺ false. So false-നെ again it is negating, right? So it will become true. അതുകൊണ്ടാണ് ഇവിടെ 1 പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലോജിക്കൽ ഓപ്പറേറ്റർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റു തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സാണ്, ലൈക്ക് കോമ ഓപ്പറേറ്റർ. കോമ ഓപ്പറേറ്റർ നമുക്കറിയാം ഒരു റിലേറ്റഡ് എക്സ്പ്രഷൻസ് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ ഓപ്പറേറ്റർ സാധാരണ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈസ് ഓഫ് ഓപ്പറേറ്റർ, ഒരു വേരിയബിളിൻ്റെ സൈസ് അതുപോലെ ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്തെങ്കിലും നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ എന്താണെന്നുള്ളത് കോമ ഓപ്പറേറ്റർ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ സഹിതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോമ ഓപ്പറേറ്റർ? കോമ ഓപ്പറേറ്റർ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരേ തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ, ലിങ്ക് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഒരു ഇൻറ്റിജർ വാല്യൂ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് എ, അതുപോലെ തന്നെ സി ഈക്വൽ ടു 5d, അതായത് ഒരേ എക്സ്പ്രഷൻസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഇനി ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനും അതുപോലെ അസൈൻ ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ തന്നെ കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, റൈറ്റ്? അതുപോലെ തന്നെ സൈസ് ഓഫ് ഓപ്പറേറ്റർ, സിയിൽ ഒരു യൂണറി ഓപ്പറേറ്ററാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ വേരിയബിൾസ് അതുപോലെ കോൺസ്റ്റൻസ്, അറേ, സ്ട്രക്ചർ ഇതിൻ്റെ എല്ലാം തന്നെ സൈസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് എ. അതുപോലെ തന്നെ ഫ്ലോട്ട്
വേരിയബിളായി ബി, ഡബിൾ വേരിയബിളായിട്ട് ഞാൻ സി, ഒരു ക്യാരക്ടർ ആയിട്ട് ഡിനെയും ഞാൻ ഡിക്ലെയർ ചെയ്യും. സോ ഈ ഓരോ വേരിയബിളും നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡാറ്റ ടൈപ്സിൽ. ലൈക്ക് ഓരോ വേരിയബിളും ഓരോ ഡാറ്റ ടൈപ്പും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ യൂസ് ചെയ്യുന്ന സ്പേസ്, അതിൻ്റെ ലിമിറ്റ്, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. സോ ഓരോ ഇത്തരത്തിലുള്ള ഓരോ വേരിയബിളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിളും എത്രത്തോളം മെമ്മറി സൈസാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു കോഡാണ്. സോ ഒരു ഇൻറ്റിജർ വാല്യൂ സൈസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്ററാണ് LU. ഓക്കെ, സോ ഓരോ വേരിയബിളും ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഡാറ്റ ടൈപ്പിൽ. ലൈക്ക് ഓരോ ഡിവൈസിലും ഡിവൈസിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് തന്നെ ഈ പറയുന്ന ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഡോണ്ട് ബി ബോദർ അബൌട്ട് ദാറ്റ്. സോ ഹിയർ എൻ്റെ സിസ്റ്റത്തിൽ ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാനും 4 ബൈറ്റ്സ് ആണ്. ഒരു ഡബിൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ ആണെങ്കിൽ 1 സിംഗിൾ ബൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇത്രയാണ് സൈസ് ഓഫ് ഓപ്പറേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്നുള്ളതാണ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിറ്റ് വൈസ് ഓപ്പറേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണയായി പെർഫോം ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഇത്രയും ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ബിറ്റ് വൈസ് ലെവലും പെർഫോം ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇത്രയും ഓപ്പറേഷൻസ് എന്താണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലൈക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ലോജിക്കലി നമുക്ക് ഇത്തരത്തിലുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം തന്നെ ഇത്രയും ഓപ്പറേഷൻ ബിറ്റ് ലെവലിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ദ പ്രോസസ്സിങ് വിൽ ബി ഫാസ്റ്റർ. അതുപോലെ തന്നെ നമുക്ക് എഫർട്ട് വളരെയധികം തന്നെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബിറ്റ് ലെവൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആൻഡ് ഓപ്പറേറ്റർ, അതായത് ബിറ്റ് വൈസ് ആൻഡ് ആണ് പെർഫോം ചെയ്യുക. ഓർ ഓപ്പറേറ്റർ ബിറ്റ് വൈസ് ഓർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ ഡബിൾ ആൻഡ് ഒക്കെയാണ്. ഇത് സിംഗിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. സോ ഒരിക്കലും തന്നെ അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ദെൻ എക്സോർ, കോംപ്ലിമെൻറ്റ്, ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് ബിറ്റ് വൈസ് എന്നുള്ളത്. ബിറ്റ് 0 ഈക്വലൻ്റ് ആയിട്ട് 8 ബിറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദിസ് മച്ച് ഓഫ് സീറോസ്, റൈറ്റ്. അതുപോലെ തന്നെ 1 ഈക്വലൻ്റ് ആയിട്ടുള്ള 8 ബിറ്റ് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ 0 0 1 0 എന്ന് പറയുന്നത് 2 ഈക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റാണ്. അതുപോലെ തന്നെ 1 1 എന്നുള്ളത് ഇറ്റ്സ് ഈക്വൽ ടു 3. Then again 1 0 0 equal to 4, 0 0 0 1 0 1, sorry, 5. ഇത്തരത്തിൽ നമ്മൾ എഴുതി പോകാൻ തന്നെ പോയിട്ടുണ്ടെങ്കിൽ if 10 equal to like this, ഈ ഒരു ബൈനറി ഫോർമാറ്റ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ 25 എന്നുള്ളത് ഈ ഒരു ബൈനറി ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതന്നെ ലൈക്ക് ആൻഡ് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷനാണ്. സോ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 and 0 0 and 1
1 and 0, 1 and 1. So AND operation എന്ന് പറയുമ്പോൾ ലൈക്ക് if it is 0 and 0 means 0, 0 and 1, that again result will be 0. Again 1 and 0, it will definitely will be 0. Both true ആണെങ്കിൽ, അതായത് 1 and 1, then only we will get 1. ഇതായിരിക്കും എക്സാക്ട്ലി ലൈക്ക് ആൻഡ് ഓപ്പറേഷൻ ഈ ഒരു ഫോമിലായിരിക്കും വർക്ക് ചെയ്യുക, റൈറ്റ്? സോ നമുക്കതിൻ്റെ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നമുക്ക് നോക്കാം. 10ൻ്റെ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വി നോ ദാറ്റ് ദിസ് ദ ഈക്വലൻ്റ് ബൈനറി. Then again this is the equivalent for 25. So നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ ഉണ്ട് 0 0 means 0, 0 0 again 0, 0 0 again 0, 0 1 again. നമുക്ക് എപ്പോഴാണ് ട്രൂ ആവാന്നുള്ളത് 1 and 1 വരുമ്പോൾ മാത്രമാണ്. സോ again 0. Here 1 and 1 is 1, then again 0, again 0 0. So this is the output. This should be the output. ഇതിൻ്റെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കോൺസിക്യൂട്ടീവ് ആയിട്ട് എഴുതി പോവാണെങ്കിൽ we will get the output, right? അപ്പോൾ നമുക്ക് 8 എന്നുള്ള ഒരു ആൻസർ ആയിരിക്കും ഇത് കിട്ടുക. സോ ആ റിസൾട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതൊന്ന് റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഓൾറെഡി കമ്പൈൽഡാണ്, ജസ്റ്റ് ഞാൻ റൺ ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് 8. അതായത് ഈ ഒരു ബിറ്റ് ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ ലൈക്ക് അത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് ആസ് എ ഇൻറ്റിജർ ആയിട്ടാണ്. സോ വി വിൽ ഗെറ്റ് എൻ ഔട്ട്പുട്ട് ആസ് 8. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓപ്പറേറ്റേഴ്സ്. സി പ്രോഗ്രാമിങ്ങിലെ എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും ഞാൻ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് 3 വീഡിയോസിലും ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാം തന്നെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ ഏതെങ്കിലും ഓപ്പറേറ്റേഴ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കമൻറ്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോർ നൗ. I will come up with a new video. Still then, stay tuned with us.